മഴത്തുള്ളി കിൽക്കത്തിലെ ദിലീപിൻ്റെ സഹോദരിയായി എത്തിയ കഥാപാത്രത്തെ ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാകില്ല. ആ സിനിമയിൽ ആദ്യവും അവസാനവുമാണ് കൂടുതലും ആ താരം പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും അത്രയേറെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ മലയാളി പ്രേക്ഷകർ ആ താരത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. സുവർണ മാത്യു എന്നാണ് ആ താരത്തിൻ്റെ പേര്. സുവർണ മാത്യു ഇന്ന് അമേരിക്കയിൽ ഒരു നല്ല കുടുംബജീവിതം നയിച്ച് ജീവിക്കുകയാണ്. അഭിനയ രംഗത്തു നിന്നും വർഷങ്ങളായി മാറി നിൽക്കുന്നു. സിനിമാ തിരക്കുകൾക്കിടയിലാണ് സുവർണ മാത്യു വിവാഹം ചെയ്യുന്നത്. വിവാഹശേഷവും ചില സിനിമകളിൽ സുവർണ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും മാറി നിന്നു. ഇതേക്കുറിച്ച് ഒരിക്കൽ സുവർണ സംസാരിച്ചിട്ടുമുണ്ട്. പിന്നീട് ഒരിക്കലും സിനിമയിൽ തിരിച്ചു വരുമെന്ന് കരുതുകയോ അല്ലെങ്കിൽ ഇനി പ്രേക്ഷകരെ കാണാൻ പറ്റുമെന്ന് കരുതുകയോ ചെയ്തിട്ടില്ല. പ്രേക്ഷകരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർക്ക് സംസാരിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയാൽ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന ഭർത്താവായിരുന്നു എൻ്റെ സങ്കല്പമെന്ന് സുവർണ എടുത്തു പറയുന്നു. 2003 ഞാൻ വിവാഹം ചെയ്തത്. നേരറിയാൻ, CBI, ചന്ദ്രമുഖി, അവിചാരിതം എന്നിങ്ങനെയുള്ള 8 പ്രധാന സിനിമകൾക്കെല്ലാം ചെയ്തത് വിവാഹശേഷം തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 4 വർഷത്തോളം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇടയ്ക്ക് US പോവുകയും വരികയും ചെയ്യുന്ന സമയമായിരുന്നു. എൻ്റെ വിസയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെറുതെ വീട്ടിലിരിക്കേണ്ട, നല്ല പ്രൊജക്റ്റുകൾ ചെയ്തോളൂ എന്ന് ഭർത്താവ് തന്നെ പറയുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ വന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാവുകയും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി ജീവിച്ചാലേ ജീവിതം മുന്നോട്ട് പോകൂ എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ US തന്നെ സെറ്റിൽഡ് ആകാൻ തീരുമാനിച്ചു. സിനിമയാണോ കുടുംബമാണോ പ്രധാനം എന്ന സാഹചര്യം വന്നപ്പോൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത സിനിമ എനിക്ക് മിസ് ചെയ്തിട്ടേ ഇല്ല. സിനിമ അന്നും ഇന്നും എനിക്ക് പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. പക്ഷെ അന്ന് ഞാൻ കുടുംബജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മളത് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നാലെ തന്നെ കിടപ്പുണ്ട് എന്ന് പറയാം. സാധാരണ ജീവിതം നയിച്ചു. എനിക്കവിടെ സുഹൃത്തുക്കളുണ്ട്. 6 കുടുംബങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അവരുമായി മാസത്തിലൊരിക്കൽ മീറ്റ് ചെയ്യും. ആ ജീവിതത്തിൽ ഞാൻ സന്തോഷവതിയാണ്. വർഗീസ് ജേക്കബ് എന്നാണ് ഭർത്താവിൻ്റെ പേര്. മാവേലിക്കരയിലാണ് വീട്. പഠിച്ചതെല്ലാം ബോംബെയിലാണ്. എൻ്റെ ഭർത്തൃമാതാവ് ബോംബെയിലൊരു സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു. ഭർത്തൃപിതാവും ബോംബെയിൽ ജോലി ചെയ്യുന്നു. പിന്നീട് അവർ US ഷിഫ്റ്റ് ചെയ്തു. ഭർത്താവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാനവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നെന്നും സുവർണ മാത്യു പറഞ്ഞു. ഇടയ്ക്ക് അമേരിക്കയിൽ നിന്നും വന്നപ്പോൾ ചട്ടക്കാരി, ഇസാക്കിൻ്റെ കഥകൾ എന്നീ സിനിമകൾ സുവർണ മാത്യു അഭിനയിച്ചിട്ടുണ്ട്. കരിയറിൽ സജീവമായിരുന്ന കാലത്ത് മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും സുവർണ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ മലയാളികൾക്ക് വളരെയധികം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.